പൊട്ടിച്ചിരി പുലിവാലുകളുമായി ഉപ്പും മുളകും കുടുംബം വീണ്ടും എത്തുന്നു. ഉപ്പും മുളകും ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 മണിക്ക് ഫ്ലവേഴ്സിൽ. നമ്മൾ ഈ മറ്റേ അന്നത്തെ കാലത്തുള്ള പാട്ടുകളെല്ലാം ഗിരീഷ് പുത്തഞ്ചേരി പിന്നെ അതുപോലെ തുടങ്ങുന്ന അങ്ങനെ ആളുകളുടെ അതെല്ലാം ഗാനമേളക്കാണ്. പ്രിയമുള്ളവരെ, കളിമണ്ണും കൊണ്ടുണ്ടാക്കിയ 2 കളിപ്പാട്ടങ്ങൾ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ഇനി എന്തൊക്കെ നടക്കുന്നു ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. എന്താ പോകുന്നു ഈ കൊച്ചിനെ ഇങ്ങനെ തള്ളിക്കൊണ്ട് വെക്കാൻ ഈ കൊച്ചിന് അത്രയ്ക്കും സുഖമാണോ? അല്ലല്ല, ചെറിയൊരു ഈഗോ ക്ലാഷ്. ലേശം പൊക്കം കുറവുണ്ട് പുള്ളിക്കാരിക്ക്. അതുകൊണ്ടുണ്ട് കീഴിലുള്ള ചെരുപ്പ് കൊടുക്കാൻ പറഞ്ഞപ്പോ എന്നോട് അഭിനയിക്കുമ്പം ചെറിയ ഡിഫറൻറ്റ് വരും. അതുകൊണ്ട് വീൽ ചെയർ ഇരുത്തി അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെരുപ്പ് എടുക്കാതെ വന്നിട്ട് വീൽ ചെയറിൽ കയറിയിരിക്കണ കാണേ. ഞാനത് എന്താ അസുഖമായിരിക്കുന്നത്? വേണോട്ടിന് ഞാനൊരു ഭാരമായില്ലേ? അതങ്ങനെയാണ്, ഞാൻ നിന്നെ തലയിലല്ലല്ലോ ചുമക്കണത്. പിന്നെ ഇതിന്റെ ഡയറക്ടർ പറഞ്ഞിട്ട് ഈ ഷോയ്ക്ക് നീ ഒരു ഭാരമാണെന്ന്. പിന്നെ ഭൂമിക്ക് ഭാരമായിട്ടുള്ള ആളാണ് വീൽ ചെയറിൽ ഇരിക്കുന്ന എന്നെ ഭാരം എന്ന് പറയുന്നത്. വേണോട്ടാ മറന്നുപോയി, ഉരുട്ടിയിട്ട് ഓർത്ത് പറയാനുള്ള ഉദ്ദേശം അല്ലേ? എന്റെ കൈക്ക് കുറച്ചേ നീളമുള്ള, ഒരുപാട് പോവല്ലേ. ഞാൻ കാരണം എന്റെ വീടിന്റെ ജീവൻ തൊലഞ്ഞു പോയില്ലേ? നീ സ്കിറ്റിലുണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ പകുതി ജീവൻ തൊലഞ്ഞു. പിന്നെ ടെലികാസ്റ്റിംഗ് കഴിയുമ്പോൾ മൊത്തം തൊലഞ്ഞാൽ ഞാനിരിക്കണം. അപ്പൊ എന്നെ വേണോട്ട് ഇട്ടിട്ട് പോവോ? ഉള്ള സ്കിറ്റ് പൊളിഞ്ഞാൽ നിന്നെ വീൽ ചെയർ കൂടെ ഞാൻ റബ്ബറും കാട്ടി ഇട്ടിട്ട് കോട്ടയം ബസ് കയറി മണിയിടി ഒരു പോക്കും ഞാൻ. ചേട്ടാ ബസ്സിന്റെ സമയം നോക്കി പോണം. അല്ല ഇവിടെ പുറകെ വന്ന് പിടിക്കും. അതിനിപ്പോ വലിയ ഞാൻ വയല് വാരെങ്കിലും വലിയ. ഞാനൊരു കാര്യം പറഞ്ഞ വേണോട്ടിന് വിഷമാവോ? സരോജം പറഞ്ഞു പറ്റി. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വേണോട്ടൻ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം. നാളെ ഇപ്പൊ എന്തെങ്കിലും സംഭവിക്കുന്ന പറഞ്ഞാൽ ഞാൻ ടെൻഷൻ അടിച്ചു. കാര്യം ആരെ നോട്ടം ശരിയല്ല. കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കില്ലേ? സരോജം ആവശ്യമില്ലാത്ത കാര്യം പറയില്ല. താളെന്തെങ്കിലും സംഭവിച്ച പെട്ടെന്ന് ഞാൻ വേറൊരു കല്യാണം കഴിക്കണമെന്നും അരുത്, അങ്ങനെ പറയരുത്. അല്ല, എനിക്ക് വിഷമം കൊണ്ട് വേണ്ട. എന്നാ വേണ്ട, കല്യാണം കഴിക്കണ്ട. അങ്ങനെയല്ല, പിന്നെ പെട്ടെന്നൊരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പോയൊരു ബ്രോക്കറെ കാണണം, പെണ്ണ് കാണാൻ പോകണം. പിന്നെ ആ പെണ്ണ് നിന്നെ പോലെ വെളിവില്ലാത്താണോ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം, കാറ്ററിംഗ് കാർ ഏൽപ്പിക്കണം. കുറഞ്ഞതൊരു 1.5 വർഷം പിടിക്കൂല. അതാണ് ഞാൻ അങ്ങനെ ഈ കൊച്ചിങ്ങനെ ഇരിക്കൂലേ, ഇപ്പൊ മുതൽ ടോൺ ചെയ്ത് അങ്ങ് തുടങ്ങണം. നാളെ എന്ത് സംഭവിക്കണം അപ്പൊ തന്നെ ആ സാധനം കേട്ടോ ചേട്ടാ.